പെട്ടെന്ന് വിചാരിക്കും ഒരു മിനിമം 50,000 1 lakh ഒരു പാക്കേജ് ആയിരിക്കും ടൂർ പാക്കേജ് എന്നൊക്കെ വരുന്നത്. ഇവിടെ അറൌണ്ട് 9,999 പ്ലസ് GST ഒരു ടൂർ പാക്കേജുമായിട്ടാണ് ഓക്കെ കൾച്ചർ വന്നിരിക്കുന്നത്. ലോഞ്ച് ചെയ്തിരിക്കുകയാണ് സുരേഷ്. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ടൂറിസം മന്ത്രി കൂടിയാണ്. ടൂറിസത്തുമായി കണക്ട് ചെയ്തിട്ടുള്ള കേരളത്തിലെ പല പല കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ കാലത്ത് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് സുരേഷിൽ നിന്ന് തന്നെ കേൾക്കാം. ഈ പാക്കേജ് ഞാൻ മനസ്സിലാക്കി വെച്ചത്, ഈ പാക്കേജ് 9,999 എന്നൊരു പാക്കേജ് 3 വർഷത്തേക്കുള്ള പാക്കേജാണ്. 3 വർഷത്തേക്കുള്ള പാക്കേജാണ്. അത് കപ്പിൾസ് ആയിട്ടും അങ്ങനെ പാക്കേജ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളൊരു ഫാമിലി ആയിട്ട് പാക്കേജ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അത് 9,999 പ്ലസ് GST ആണ് അതിന്റെ ടോട്ടൽ എമൗണ്ട്. ഒരു വർഷത്തില് 3 പ്രാവശ്യം നിങ്ങൾക്ക് ഈ ട്രിപ്സ് ഈ ട്രാവൽ അവൈൽ ചെയ്യാം. അതിപ്പോ ആസ് ഓഫ് നൗ വയനാട്, ഊട്ടി, മൂന്നാർ ഈ സ്ഥലങ്ങളിലാണ് അവർ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അവിടെയാണ് അവർക്ക് ഉള്ള റിസോഴ്സ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓരോ വർഷവും ഈ പാക്കേജ് ചെയ്യാം. അങ്ങനെ 3 years ആണ് ഇതിന്റെ വാലിഡിറ്റി. ഇതാണ് ഈ പർട്ടിക്കുലർ വക്കേഷണൽ കൾച്ചറിന്റെ പാക്കേജിന്റെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു പക്ഷേ ഇതൊരു തുടക്കമായിരിക്കാം. ഇതിൽ നിന്ന് പുതിയ ഇതിലോട്ട് വരും തീർച്ചയായും. ഗുഡ് ഈവനിങ്, നമസ്കാരം. സ്വാമി ഭാവന ലേറ്റസ്റ്റ് സെൻസേഷൻ. എല്ലാവർക്കും നമസ്കാരം. രവിചേട്ടൻ, ഈ കമ്പനിയുടെ ഡയറക്ടേഴ്സ്, അവരുടെ നാമഭാഗം, ഉമ്മ, അമ്മ, എല്ലാവർക്കും പ്രിയ സുഹൃത്തുക്കൾക്ക് എൻ്റെ നമസ്കാരം. വെക്കാസ്റ്റിംഗ് പുതിയ കോൺസെപ്റ്റാണ്. പക്ഷെ ഇതിനോട് തുല്യമായ കോൺസെപ്റ്റ് നമുക്ക് ഇതിന് പല ഹോളിഡേയ്സ് അല്ലേ, ഏതായാലും മഹീന്ദ്ര ഹോളിഡേയ്സ് ഏതാണ്ട് ഇതിനോട് സാധ്യമുള്ള ഒരു പദ്ധതിയാണെങ്കിലും അതൊക്കെ 20 വർഷം 25 വർഷമൊക്കെ നീണ്ടു നിൽക്കുന്ന സോളിഡ് പാക്കേജസ് ആണ്. തുടക്കം തന്നെ 2 lakhs, 5 lakhs. ഓരോ റേഞ്ചിനും ഓരോ പാക്കേജിനും ഓരോ ഘനമുണ്ട്. അതനുസരിച്ച് ഇത് 22 വർഷം 24 വർഷം മുമ്പുള്ള ഒരു അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നേരിട്ട് അതിന്റെ പണം നൽകി ഭാഗമാകാൻ കഴിഞ്ഞ ഒരു സിനിമാ താരം എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ അനുഭവം പങ്കുവച്ചതാണ്. പക്ഷെ ഇന്ന് ടൂറിസത്തിന്റെ ഒരു സ്കേപ്പിംഗ് എന്ന് പറയുന്നത് അണ്ടപടലം മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഇത് കഴിഞ്ഞ ഒരു 4 വർഷമായിട്ട് വിഭാവനം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപക്ഷെ കണ്ടുമടുത്തു പോയി. ഇപ്പൊ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ പറയുകയാണെങ്കിൽ ടൂറിസം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് കുമരകം, കോവളം, വർക്കല, അതുപോലെ നോർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ബേക്കൽ, ഇങ്ങനെ കുറെ മോഡ്യൂൾസ്. പക്ഷെ ആ മോഡ്യൂൾസ് എല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ഡെസ്റ്റിനേഷൻ ബിയോണ്ട് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന പുതിയൊരു സമ്പ്രദായം രൂപവൽക്കരിച്ച് അതിൻ്റെ ശക്തമായ ഒരു നടത്തിപ്പിന്റെ പ്രയാണത്തിലാണ് ഇപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഏർപ്പെട്ടിട്ടുള്ളത്. ഗോവയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബീച്ച് ടൂറിസത്തിന്റെ കാര്യത്തിൽ ഏറ്റവും ഉത്തംഗ ശൃംഗത്തിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഗോവ. ഗോവയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് ഡെസ്റ്റിനേഷൻ ബിയോണ്ട് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന പദ്ധതിയുടെ കീഴിൽ ഡെസ്റ്റിനേഷൻ ബിയോണ്ട് ബീച്ചസ് അവരുടെ ഒരു ട്രജക്ടറിയിലുണ്ടാവും, പക്ഷെ അവരുടെ പ്രൊജക്ഷൻസിലുണ്ടാവും. എന്താണ് ഗോവയിൽ ബീച്ചസ് അല്ലാതെ പുതിയ അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കാൻ സാധിക്കുന്നത്? ഇതൊരു പക്ഷേ വർഷങ്ങളായി അതിൽ നിന്ന് വളരെ വ്യഗ്രതയോടെ വളരെ വേഗത്തിൽ പാഞ്ഞ് മുന്നിലേക്ക് വരുന്നതാണ്. പുതിയ കോമ്പറ്റീറ്റേഴ്സും ഇപ്പോൾ ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ടുണ്ട്. ടർക്കി പോലെയുള്ള തായ്ലൻഡ്, അവരുടെ ബാങ്കോക്ക് ടൂറിസം സ്കെയിലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന പുതിയ പ്രോപ്പർട്ടീസ്, സ്വഭാവ സവിശേഷതകൾ ഓരോ തെരഞ്ഞെടുക്കപ്പെട്ട് അനുഭവിച്ച് കഴിഞ്ഞിരിക്കുന്ന ഡെസ്റ്റിനേഷൻസിൽ
പോലും പുതിയ സ്വഭാവ സവിശേഷതകൾ ചേർക്കുന്നു. ഹോം സ്റ്റേസ് എന്ന് പറയുന്ന പുതിയ സമ്പ്രദായം വന്നിരിക്കുന്നു. ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം അത് ബഹുമാന്യനായ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സ്വപ്ന പദ്ധതിയായിരുന്നു. അതും ശക്തമായിട്ട് മുന്നോട്ട് നീങ്ങുകയാണ്. നിങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്യാം. ഞാൻ ഇവിടെ ഉള്ള സുഹൃത്തുക്കളോടെല്ലാം പറയുകയാണ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡെസ്റ്റിനേഷന് വേണ്ടി കേരളത്തിലാണ് അതിനുവേണ്ടി വോട്ട് ചെയ്യും. അപ്പൊ ഇത് പരക്കെ ഇങ്ങനെ എന്തുകൊണ്ട് ഒരാൾ അല്ലെങ്കിൽ അതുപോലെ ഒരാൾ സൂചിപ്പിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ആ ഒരു ഡെസ്റ്റിനേഷന്റെ മഹത്വം വളരെ വിപുലമായി പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു രാജ്യത്തിന്റെ ടൂറിസത്തിന്റെ ഗ്രോത്തിന് അത് വലുതായിട്ട് സഹായിക്കും. പരസ്യം 5-10 കോടി കൊടുത്ത് ഞങ്ങളെ പോലുള്ളവരെ കൊണ്ട് ചെയ്യിക്കാതെ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ രാജ്യത്തിന്റെ സമ്പത്തിന്റെ പരസ്യക്കാർ നിങ്ങൾ തന്നെയായി മാറുന്ന ഒരു പുതിയ കാര്യം. അതാണ് വോട്ട് ഫോർ യുവർ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ. അങ്ങനെയുള്ള ഒരുപാട് പുതിയ പദ്ധതികൾ വരുന്നുണ്ട്. മുദ്രാ ലോൺ 10 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷം വരെ ആക്കിയതിന്റെ പശ്ചാത്തലത്തിൽ ടൂറിസത്തിലേക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ അഭികാമ്യത കൂടിയ ഡെസ്റ്റിനേഷനുകളിൽ കൺജഷൻ. അപ്പോൾ ഡീകൺജഷൻ എന്ന് പറയുന്നതും വലിയ സസ്റ്റൈനബിൾ ടൂറിസം എന്ന് പറയുന്ന വലിയൊരു മോഡ്യൂളിന് ആ സസ്റ്റൈനബിലിറ്റി അത് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഡീകൺജഷൻ. അപ്പോൾ ഇത് സ്കാറ്റർ ചെയ്ത് പുതിയ ഡെസ്റ്റിനേഷൻസ് കണ്ടെത്തുക. അവിടെ ഒക്കെ ഇനി മാരിയറ്റിന്റെയും ഹയാറ്റിന്റെയും ഹോട്ടൽ വരണമെങ്കിൽ കാലങ്ങളെടുക്കണം. ഇതൊന്നുമല്ലാതെ വെള്ളത്തിന്റെ ശുദ്ധജലം അത് കുളിക്കാനും കഴുകാനും കുടിക്കാനുമായ, അതുപോലെ തന്നെ പാവം, ഇതിന്റെ എല്ലാം ഒരു ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഡെസ്റ്റിനേഷൻസ് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് റൺ ഓഫ് ദ മിൽ കൈൻഡ് ഓഫ് ഡെസ്റ്റിനേഷൻസ് എന്ന് പറയുന്ന ആ സ്റ്റേറ്റ് പൊളിച്ചുകൊണ്ട് പുതിയ ആനന്ദം, ടൂറിസത്തിന്റെ പേരിൽ പുതിയ ആനന്ദത്തിനുള്ള പോക്ക് നമുക്ക് നൽകാൻ സാധിക്കും. മുദ്രാ ലോൺ വഴി ഹോം സ്റ്റേസിനുള്ള പുതിയ ഈ രംഗത്ത് ഒരുപക്ഷെ കേറ്ററിംഗ് പാസ്സായി വരുന്ന ഒരു പറ്റം ചെറുപ്പക്കാർക്ക് ഹോം സ്റ്റേസ് എന്ന് പറയുന്ന സമ്പ്രദായത്തിലേക്ക് പങ്കാളികളാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഞാൻ സത്യത്തിൽ അതുപോലെ ഒരു സമ്പ്രദായമായിട്ടാണ് ഈ 5 ചെറുപ്പക്കാരുടെ ഈ ബെക്കാസ്റ്റയെ കാണുന്നത്. ഇതും ഒരു ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പോലെയാണ് വന്നിരിക്കുന്നത്. 5 പേര് ഇന്ത്യക്ക് പുറത്ത് പണിയെടുക്കുന്നവരാണ്. അവിടെ നല്ലതുപോലെ ഉഴച്ച് സമ്പാദിച്ച് പണം കൊണ്ടുവന്ന് സ്വന്തം രാജ്യത്ത് പുതിയൊരു സമ്പ്രദായം, അത് ടൂറിസം വളർത്തുന്നതിന് വേണ്ടി അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് എന്നെ ഈ പരിപാടിയിലേക്ക് ആകർഷിക്കുന്ന ഏറ്റവും വലിയ ഫാക്ടർ. ഇതുപോലെയുള്ള പുതിയ ഇൻവെസ്റ്റേഴ്സ് വരണം, പുതിയ ടൂറിസം അനുഭവം നമുക്ക് സമ്മാനിക്കാൻ സാധിക്കണം. ബെക്കാസ്റ്റേക്ക് ഇന്ത്യൻ ടൂറിസത്തിന് ഒരുപാട് തിളക്കം നേടാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. Becca State should be here to stay. കൂടി ഒന്ന് പ്രഖ്യാപിച്ചേക്കാം. അതിൻ്റെ ഒരു എനിക്ക് ഗവൺമെന്റിന്റെ നോട്ട് എവിടെയും വന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഞാൻ പറഞ്ഞ എല്ലാം ഞാൻ ബുള്ളറ്റ് പോയിന്റ്സ് പോലെ പറഞ്ഞതേ ഉള്ളൂ. അതിന്റെ ഡിസ്ക്രിപ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ മിക്കവാറും എല്ലാവർക്കും മനസ്സിലാക്കാൻ പാകത്തിൽ പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കഴിഞ്ഞ നവംബർ 15 ടൂറിസത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേന്ദ്രമന്ത്രി എന്ന് പറയുന്നത് ഇതൊരു സ്റ്റേറ്റ് സബ്ജക്റ്റ് കൂടിയാണ്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് കൊണ്ടുവരുന്ന പ്രോജക്ട്സ് സാധ്യമാക്കി എടുക്കുന്നതിന് ഞങ്ങളുടെ പങ്കാളിത്തം എന്ന് പറയുന്നത് മാത്രമാണ് കേന്ദ്രമന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും അതിനുള്ള കെൽപ്പേട്. ഇത് കണ്ടെത്തി എനിക്കിത് താല്പര്യമുണ്ടെന്ന് അറിയിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രപ്പോസ് ചെയ്യുന്ന പ്രോജക്ട്സിൽ മാത്രമേ ഞങ്ങൾക്ക് കയ്യോ തലയോ തുറക്കാൻ സാധിക്കൂ. അങ്ങനെ സൂചിപ്പിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ഡെസ്റ്റിനേഷൻ ബിയോണ്ട് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ആ സ്റ്റേറ്റിനകത്ത് പെടുന്ന 2 പ്രോജക്റ്റുകളാണ് കേരളത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിൻ്റെ DPR, അതിൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ട് എല്ലാം വന്നു കഴിഞ്ഞു, അംഗീകരിച്ചു കഴിഞ്ഞു. 150+ 2 പ്രോജക്ട്സാണ്
കേരളത്തിലെ വടകരയിലെ സർഗാലയവും കൊല്ലത്തെ അഷ്ടമുടിയിലെ ഇക്കോ ടൂറിസവും 2 പ്രോജക്റ്റാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ഒഫീഷ്യൽ ആണെങ്കിലും അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഡിക്ലറേഷൻ ഈ വരുന്ന 21-ാം തീയതി വടകരയിലെ സർഗാലയ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ വെച്ച് നടക്കും.